ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രെഡ് കൊണ്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സി ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാനിവിടെ 2-3 വെളുത്തുള്ളി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ മുളക് പൊടിയും 1/4 കപ്പ് വെളിച്ചെണ്ണയും പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കമാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം കുഞ്ഞതായിട്ട് അരിഞ്ഞതും പിന്നെ അതുപോലെ തന്നെ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് ബ്രെഡും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്രെഡ് എന്തോരം വേണമെങ്കിലും ഇടാം, നമ്മുടെ ആ ഒരു കണക്കനുസരിച്ചാണ്. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതൊരു ഷേപ്പ് ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി എടുക്കാം. ബോളാക്കിയോ കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ആക്കിയോ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഷേപ്പ് ആക്കിയായിട്ടാണ് എടുക്കുന്നത്. നമുക്കിനി ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഇത് നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം നല്ലതുപോലെ ബ്രെഡ് ക്രംസിലൊക്കെ ഇട്ട് നന്നായിട്ട് കോട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനാണ് ഇനി അടുത്ത പണി. അപ്പോൾ ഞാനിവിടെ ചൂടായ എണ്ണയിലേക്ക് ഇത് നമുക്ക് ഓരോന്നാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയി വന്നാൽ നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയായിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.